ആരാണോ ഹവയെ പിൻപറ്റുന്നത് അവൻ ഏറ്റവും വലിയ വഴികേടിലേക്കും നഷ്ടത്തിലേക്കും നാളെ പരലോകത്ത് നരകത്തിന്റെ അവകാശിയായി തീരുകയുമാണ് ചെയ്യുക. എന്നാൽ ആ ഹവക്കെതിരെ നിൽക്കുന്നവനോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, ആരാണോ തന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സ്ഥാനത്തെ ഭയപ്പെടുന്നത്, എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുക എന്നല്ലാതെ എന്നെ സൃഷ്ടിച്ച, എന്നെ സംവിധാനിച്ച, എന്നെ പുരുഷനും സ്ത്രീയുമാക്കിയ, എനിക്കുള്ള ഉപജീവനം ഈ ഭൂമിയിൽ ഒരുക്കിയ, എന്റെ അനുവാദമില്ലാതെ ഈ ഭൂമിയിലേക്ക് എന്നെ നിയോഗിച്ച, എന്റെ അനുവാദമില്ലാതെ എന്നെ മരിപ്പിക്കുന്ന, എന്നോട് അനുവാദം ചോദിക്കാതെ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന എന്റെ റബ്ബ്, ആ റബ്ബിന്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ ഇച്ഛയോ എന്റെ ഇഷ്ടമോ എന്റെ ആഗ്രഹമോ അല്ല, ആ റബ്ബ് പഠിപ്പിച്ച, ആ റബ്ബ് നിയോഗിച്ച റസൂൽ പഠിപ്പിച്ച അധ്യാപനങ്ങൾ, ഈ ദീനിന്റെ നിയമങ്ങൾ, അതെനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, അതെനിക്ക് ശരിയായി തോന്നിയാലും ഇല്ലെങ്കിലും, അതെന്റെ ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും അതേ ഞാൻ അനുസരിക്കുകയുള്ളൂ, അതേ ഞാൻ പിൻപറ്റുകയുള്ളൂ, അതിൽ മുറുകെ പിടിച്ചുകൊണ്ടേ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന നിലക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ട ആ ദിവസത്തെ, അള്ളാഹുവിന് മുമ്പിൽ മറുപടി പറയേണ്ട ആ ദിവസത്തെ ഭയപ്പെടുന്നവൻ ആരാണോ, വനഹൻ നഫ്സ അനിൽ ഹവാ, സ്വന്തം മനസ്സിന്റെ ഇച്ഛയെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങളിൽ കീഴൊതുങ്ങിയവൻ അവൻ ആരാണോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവന് മടങ്ങിച്ചെല്ലാനുള്ള സ്ഥാനം, അവന് അഭയസ്ഥാനമായിട്ടുള്ളത് സ്വർഗമാണ്. അല്ലാഹു തആല ഒരുക്കിയിട്ടുള്ള സ്വർഗമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വന്തം ഇച്ഛയെ പിൻപറ്റുക, എന്റെ ഇഷ്ടത്തെ പിൻപറ്റുക എന്നുള്ള പിഴച്ച വാക്ക് ഇന്ന് ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആളുകൾക്കിടയിൽ, മുസ്ലിമീങ്ങൾക്കിടയിലും ആ ഒരു വാദം കാണാം. എന്നാൽ സഹോദരങ്ങളെ, അല്ല, ഹഖ് എന്ന് പറഞ്ഞാൽ അത് മാ ഖാല അല്ലാഹ്, എന്താണോ അല്ലാഹു പറഞ്ഞത്, വമാ ഖാല റസൂലുള്ളാഹ്, എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വഫഹ്മുസ് സഹാബ, അതെങ്ങനെയാണോ സഹാബികൾ മനസ്സിലാക്കിയത്, അതാണ് ഹഖ്. അതിനെതിരാകുന്നതെല്ലാം ഹവയെ പിൻപറ്റലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ സൂക്ഷിക്കുക. ഏത് നിമിഷവും നമ്മിലേക്ക് വന്നെത്താവുന്ന മരണം, അതിനുശേഷമുള്ള പരലോക ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുക. എല്ലാം നഷ്ടപ്പെട്ടൊറ്റക്കാകുന്ന ആ ദിവസത്തിന് വേണ്ടി എപ്പോഴും ഓർത്തുകൊണ്ട് പണിയെടുത്തുകൊണ്ട് ജീവിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.